Hi students, Analytical Geometry അതായത് സെക്കൻഡ് സെമസ്റ്റർ BSc മാത്തമാറ്റിക്സ്, തേർഡ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് ഈ രണ്ട് ക്ലാസ്സിലേക്കുള്ള അനാലിറ്റിക്കൽ ജോമെട്രിയിലെ പരാബോളയുടെ ടോപ്പിക്സ് നമ്മൾ കണ്ടു. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഒരു ഫിക്സഡ് ലൈനിൽ നിന്നുമുള്ള ഈക്വി ഡിസ്റ്റൻസ് ആയിട്ട് വരുന്ന പോയിന്റിൻ്റെ കളക്ഷൻ ആയിരുന്നു പരാബോള. ഫിക്സഡ് പോയിന്റിനെ ഫോക്കസ് എന്നും ഫിക്സഡ് ലൈനിനെ ഡയറക്ട്രിക്സ് എന്നും നമ്മൾ വിളിച്ചു. എന്നിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ, ടാൻജൻറ്റ്, നോർമല്, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷന്, അതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷന്, പോളാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 3-4 വീഡിയോസിൽ നമ്മൾ കണ്ടു. അടുത്തതായിട്ട് രണ്ടാമത്തെ കോണിക്കാണ് എലിപ്സ്. എലിപ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് നിങ്ങൾ ഓർക്കുക, ഈ ഒരു ഷേപ്പാണെന്ന്. An ellipse is the set of points in a plane whose distances from two fixed points in the plane have the constant sum. അതായത് രണ്ട് ഫിക്സഡ് പോയിന്റ് ഉണ്ട് ഒരു പ്ലെയിനിൽ. ആ രണ്ട് ഫിക്സഡ് പോയിന്റിൽ നിന്നുള്ള ദൂരം കോൺസ്റ്റന്റ് സം ആവുന്ന രീതിയിലുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ. An ellipse is a set of points in a plane whose distances from two fixed points in the plane have the constant sum. The two fixed points are called the foci of the ellipse. അപ്പോൾ എലിപ്സിന് രണ്ട് ഫോക്കസുകളുണ്ട്. അപ്പോൾ ഫോക്കസിൻ്റെ പ്ലൂറലാണ് ഫോക്കൈ അല്ലെങ്കിൽ ഫോസൈ. അപ്പം പരാബോളയ്ക്ക് ഒറ്റ ഒരു ഫോക്കസേ ഉള്ളൂ. എലിപ്സിന് രണ്ട് ഫോക്കസുകളുണ്ട്, ഫോക്കൈ അല്ലെങ്കിൽ ഫോസൈ എന്ന് വിളിക്കുന്നു. അപ്പോൾ എലിപ്സിൻ്റെ ഷേപ്പ് ഇതാണ്. രണ്ട് പോയിന്റ്, ഫിക്സഡ് പോയിന്റ് F1 F2, അതിൽ നിന്ന് ദൂരങ്ങൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട്, അതായത് ഇപ്പം മൊത്തം കൂട്ടുമ്പോൾ 10 കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു എലിപ്സ് ആണ് കിട്ടുന്നത്. ദ ലൈൻ ത്രൂ ദ ഫോക്കൈ ഓഫ് ആൻ എലിപ്സ്, അതാണ് ഫോക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇതാണ് ഫോക്കൽ ആക്സിസ്, ഫോക്കസുകൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ്. ദ പോയിന്റ് ഓൺ ദ ഹാഫ് ആക്സിസ് ഹാഫ് വേ ബിറ്റ്വീൻ ദ ഫോക്കസ്. അപ്പോൾ രണ്ട് ഫോക്കസിൻ്റെ ഏറ്റവും മിഡിലായിട്ടുള്ള പോയിൻ്റാണ് സെൻറ്റർ. ഇനി നമ്മുടെ ഫോക്കൽ ആക്സസ് ഇല്ലേ, ആ ഫോക്കൽ ആക്സിസിലെ ആ ലൈന് നമ്മുടെ എലിപ്സിൽ ടച്ച് ചെയ്യുന്ന രണ്ട് പോയിൻറ്റ്സ് ആണ് വെർട്ടക്സ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പം രണ്ട് ഫോക്കസ് ഉണ്ട്, ആ ലൈനിനെയാണ് ഫോക്കൽ ആക്സസ് എന്ന് വിളിക്കുന്നത്. രണ്ട് ഫോക്കസിൻ്റെ മിഡിലുള്ള പോയിൻ്റാണ് സെൻറ്റർ. ഇനി ഫോക്കൽ ആക്സസും എലിപ്സൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് പോയിൻ്റാണ് വെർട്ടക്സുകൾ. ഇനി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് വെച്ചാൽ x² + y² / b² = 1, a > b. അപ്പോൾ a എന്താണ്, b എന്താണ്, c എന്താണെന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. മേജർ ആക്സിസ് ഓഫ് ദ എലിപ്സ് ഈസ് എ ലൈൻ സെഗ്മെന്റ് ഓഫ് ലെങ്ത് 2a ജോയിനിങ് ദ പോയിന്റ്സ് ± a0. അതായത് a0 - a0, അതായത് ഫോക്കസിൻ്റെ പോയിന്റ് ആണ് a0 - a0. ഫോക്കസ്, സെൻറ്റർ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, നമുക്കത് നോക്കാമേ ഒരു സെക്കൻഡ്. അപ്പോൾ സെൻറ്റർ ടു ഫോക്കൽ ഡിസ്റ്റൻസ്, അപ്പോൾ ഈ സെൻറ്ററിൻ്റെ അത് c ആണ്. c = ± a² - b². അപ്പോൾ ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെർട്ടക്സ് ആണ് a0. അപ്പം എലിപ്സിനകത്ത് എയും ബിയും സിയും ഉണ്ട്. ആ എലിപ്സിനകത്തെ വെർട്ടക്സ് ഒന്ന് a0യും ഒന്ന് -a0യുമാണ്. ഫോക്കസ് ആണ് c0യും -c0. അപ്പോൾ എലിപ്സിനകത്ത് ഓർത്തോണം, എലിപ്സിനകത്ത് എ എന്ന് പറയുന്നത് നമ്മുടെ 2a മേജർ ആക്സിസ് എന്ന് പറയുന്നത് രണ്ട് വെർട്ടക്സുകൾ, ഫോക്കൽ ആക്സിസിൽ രണ്ട് വെർട്ടക്സിനിടയ്ക്കുള്ള ലെങ്തിനെയാണ് മേജർ ആക്സിസ്. അതിൻ്റെ ലെങ്ത് 2a ആണ്. ഓക്കെ, അപ്പം വെർട്ടക്സ് a0യും -a0യുമാണ്. ഫോക്കസ് c0യും -c0യുമാണ്. ഇനി എയും സിയും കിട്ടിയാൽ നമുക്ക് ബി കണ്ടുപിടിക്കാം. ബി എന്ന് വെച്ചാൽ മൈനർ ആക്സിസ്, അതായത് നമ്മുടെ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ലൈനാണ് മൈനർ ആക്സിസ്. ഓക്കെ,
അപ്പോൾ എ എന്ന് പറയുന്നത് എന്തുവാ സെമി മേജർ ആക്സിസ് ആണ്, ബി എന്ന് പറയുന്നത് സെമി മൈനർ ആക്സിസ് ആണ്. അപ്പം നോക്കി രണ്ട് ഫോക്കസ് വരയ്ക്കുന്ന ഒരു ലൈൻ പോയിന്റ് പി എക്സ് വൈ. അപ്പോൾ ഫോക്കസ് C0യും മൈനസ് C0യും വെർട്ടെക്സ് എയും മൈനസ് എയും സെൻറ്റർ 0 ആണെന്ന് വിചാരിച്ചു. ഇനിയും നമ്മുടെ എലിപ്സിൻ്റെ ഫിഗർ ഇങ്ങനല്ല, നേരെ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇതിന് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എങ്കിൽ അവിടെ എന്തോ എഴുതുന്നറിയോ, x², അതായത് ഫോക്കസ് നമ്മുടെ y ആക്സിസിലാണെങ്കിൽ ഇക്വേഷൻ എന്താണെന്നറിയോ, x²/b² + y²/a² = 1 ആണ്. പിടികിട്ടിയോ? അപ്പം സെയിം ഇക്വേഷൻ ഫോക്കസ് ആകുമ്പോൾ എന്തോ y ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് x0. അപ്പോൾ 0c-യും 0 - c-യും വെർട്ടെക്സ് 0a-യും 0 - a-യും ആണ്. അവിടെ മേജർ ആക്സിസ് 2a ആണ്, മൈനർ ആക്സിസ് 2b ആണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എലിപ്സ് x²/16 + y²/9 = 1, a > b. അപ്പോൾ ഇവിടെ a² 16 ആണ്, അപ്പോൾ a എന്തു 4, b എന്താ 3. അപ്പോൾ മേജർ ആക്സിസ് എന്താ 2a ആണ്, അപ്പോൾ 2 × 4 8 ആണ്. അപ്പോൾ അതിൻ്റെ വെർട്ടെക്സുകൾ എന്തോ a0യും മൈനസ് a0, അതായത് 40യും മൈനസ് 40യും. ഇനി മൈനർ ആക്സിസ് എന്താ 2b, അപ്പോൾ 2 × 3 ആണ്, അത് 6. ഇനി 0 3യും 0 - 3യും ആണ്. അപ്പോൾ നോക്കിയേ മേജർ ആക്സിസ് a0യും മറ്റേ 0b-യും ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്തോണം അതിൻ്റെ ഫിഗർ, മേജർ ആക്സിസ് x ആക്സിസിലാണെങ്കിൽ മൈനർ ആക്സിസ് y ആക്സിസിലാണ്. അപ്പോൾ ആ രീതിയിൽ ഈ കോർഡിനേറ്റ് ഈ 0 അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സെമി മേജർ ആക്സിസ് 4, സെമി മൈനർ ആക്സിസ് 3, സെൻറ്റർ അതായത് c എന്ന് വെച്ചാൽ √(a² - b²) √7. ഇപ്പോൾ ഫോക്കസ് എന്തുവാ ± √7 വെർട്ടീസസ് ഇങ്ങനെ, സെൻറ്റർ ഇങ്ങനെ. ഓക്കെ, ഇനി ഇങ്ങനെ എലിപ്സ് തന്നേക്കാണ്, അത് സ്കെച്ച് ചെയ്തിട്ട് ഫോക്കസ് ഒക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ രൂപത്തിലാക്കണം. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 16x² + 25y² = 400. ഇക്വേഷനെ മൊത്തത്തിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ =1 ഫോമുല. അപ്പോൾ എന്താ 16ഉം 400ഉം ഒക്കെ വെട്ടിപ്പോയി ഡിനോമിനേറ്റർ വരും. ഇനി ന്യൂമറേറ്ററിൽ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിനെ ഡിനോമിനേറ്ററിൻ്റെ ഫ്രാക്ഷനായിട്ട് എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എലിപ്സിന് നമ്മൾ കണ്ടു, രണ്ട് ഫോക്കസ് ഉണ്ട്, രണ്ട് വെർട്ടെക്സ് ഉണ്ട്. ആൻ എലിപ്സ് ഈസ് ദ ലോക്കസ് ഓഫ് എ പോയിന്റ് which moves so that its distance from a fixed point bears to its distance from a fixed straight line a constant ratio eccentricity which is less than unity. അപ്പോൾ eccentricity = 1, less than 1, greater than 1 ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യം വെച്ച് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ ഈ ഫിഗറിനകത്ത് എക്സെൻട്രിസിറ്റി എന്ന് വെച്ചാൽ SP/PM ആണ്. അതായത് ഇ എന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ്, എസ് എന്ന് പറഞ്ഞ ഫോക്കസിൽ നിന്ന് പി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ദൂരം ഡിവൈഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം പി ടു ഡയറക്ട്രിക്സ്. ഇവിടെ x = -a/e-യും x = a/e, അത് രണ്ടുമാണ് ഡയറക്ട്രിക്സ്. പരാബോളയ്ക്കകത്ത് ഒരു ഡയറക്ട്രിക്സ് ആണ്, ഇവിടെ രണ്ട് ഡയറക്ട്രിക്സ് ഉണ്ട്. ഇനി എലിപ്സിൻ്റെ ഈ ഇക്വേഷൻ x²/a² + y²/b² 1 അല്ലേ, അതിന് ഈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാണെന്നറിയോ? E = √(a² - b²/a) ആണ്. അത് പഠിച്ചു വെച്ചാണ്. ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് ഇക്വേഷൻ. b² = a² × 1 - e² ആണ്. അപ്പോൾ അതിൽ നിന്ന് e² കണ്ടുപിടിച്ചിട്ട് ഈ ആകുമ്പോൾ, അപ്പം എലിപ്സിനകത്തെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √(a² - b²/a) ആണ്. ഇനി കോർഡിനേറ്റ് ഓഫ് ഫോക്കസ് ± ae0. ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഇക്വേഷൻ 2b²/a ആണ്. എലിപ്സിൻ്റെ ലാറ്റസ് റെക്റ്റം 2b²/a ആണ്. ഒരു ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദി ഇക്വേഷൻ ഓഫ് എലിപ്സ് ഹൂസ് ഫോക്കസ്
is the point 31 whose directress is the line x minus y plus 6 equal to 0 whose eccentricity is 1/2. അപ്പോൾ എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആണെന്ന് ഓർക്കുക. പരാബോള ആകുമ്പോൾ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ പി എന്ന് പറഞ്ഞ ഒരു കോർഡിനേറ്റ് എലിപ്സിലെ ഒരു പോയിന്റ് പി x1 y1 എന്ന് വിളിച്ചു. ഇനി എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്. എക്സെൻട്രിസിറ്റി ഇ ഈക്വൽ ടു ഇതാണ്. അപ്പോൾ എസ് പി എന്ന് വെച്ചാൽ എന്താണ്? 1/2 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം പി ടു ദ ഡയറക്ട്രസ്. അതിങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതിൻ്റെ ലോക്കസ് ചോദിച്ചുകൊണ്ട് x1ൻ്റെ സ്ഥാനത്ത് x എന്നും y1ൻ്റെ സ്ഥാനത്ത് y ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ ഇക്വേഷൻ നമുക്കറിയാം ഇതാണ്. ഓക്കെ, ഇനി ഫൈൻഡ് ദ സെൻറ്റർ ആൻഡ് എക്സെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ് 9x² പ്ലസ് 25y² മൈനസ് 8x മൈനസ് 100y മൈനസ് 16 ഈക്വൽ ടു 0. അതായത് ഇത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സർക്കിളിൻ്റെ ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ട് എക്സുകളെല്ലാം ഒന്നിച്ചെഴുതി വൈകളെല്ലാം ഒന്നിച്ചെഴുതി എന്നിട്ട് x മൈനസ് ഏത് ഹോൾ സ്ക്വയർ ആ ഫോമിലാക്കത്തില്ലേ, ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ എക്സ് എല്ലാം കൂടെ ഒന്നിച്ച് വരെ 9 ഇൻറ്റു പ്ലസ് 25 ഇൻറ്റു ആ രീതിയിൽ എഴുതി. അപ്പോൾ എന്തോ ഒരു +9 -9 ഇവിടെ ചെയ്തു. അപ്പോൾ ഇവിടെ +9 വന്നുകൊണ്ടാണ് -9. ഇവിടെ നമ്മൾ 100 ആയത് 116 അല്ലേ, 116 ആദ്യം അപ്പുറത്തുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു 100 പ്ലസ് ചെയ്തു മൈനസ് ചെയ്തു. എന്നിട്ട് ഇതിനെ ഈ രീതിയിൽ എഴുതി. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് വെച്ചാൽ 1 2 ആണ്. എ എന്ന് പറയുന്ന 5ഉം ബി 3ഉം ആണ്. അപ്പം എക്സെൻട്രിസിറ്റി എന്ന് വെച്ചാൽ 4/5 ആണ്. ഓക്കെ, പിന്നെ അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അത് ഓരോന്ന് ചെയ്ത് നോക്കുക. ടാൻജൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.